അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ മലയാളം ക്ലാസ് തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം അറിയിക്കട്ടെ. ഇതുപോലെ ഇംഗ്ലീഷ് ബേസിക് അറിയാത്ത കുട്ടികൾക്ക് ലെറ്റേഴ്സ് വേണോ എങ്കിൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മാത്രമല്ല, നമ്പേഴ്സ് 1 to 10 വരെയുള്ള നമ്പേഴ്സ് അത്യാവശ്യം വലിപ്പമുള്ള നമ്പേഴ്സാണ്. അതുപോലെ അറബിക്ക് എല്ലാ ലെറ്റേഴ്സും അതിൻ്റെ ഡോട്ട്സ്, അതുമാത്രമല്ല അതിൻ്റെ അറബി അക്ഷരത്തിൻ്റെ മുഴുവൻ ചിഹ്നങ്ങളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി മലയാളം ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ക എന്ന അക്ഷരം പഠിക്കാട്ടോ. ക എന്ന വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ ആ എന്ന സ്വരചിഹ്നവും ഈ എന്ന സ്വരചിഹ്നവും ചേർത്ത് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവൻ, ചില്ലക്ഷരങ്ങൾ, ഇരട്ടക്ഷരങ്ങൾ, ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ വാക്കുകൾ ഉണ്ടാക്കി പഠിക്കും. അതുപോലെ മുഴുവൻ ചിഹ്നങ്ങളും. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ക്ലാസ് പോകുന്നത്. ഒരു കുട്ടി 100% ഈ ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മലയാളം ബേസിക് പഠിച്ചിരിക്കും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പം ഇനി അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് വ്യഞ്ജനാക്ഷരമായ ക എന്ന അക്ഷരവും ആ, ഇ എന്ന ചിഹ്നവുമാണ് പഠിക്കുന്നത്. സ്വര ചിഹ്നമായ ആ എന്ന ചിഹ്നവും ഇ എന്ന ചിഹ്നവുമാണ് കേട്ടോ. ഇനി ഇതിന് മുമ്പ് നമുക്ക് സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും ഒന്ന് പരിചയപ്പെടാം. അ, ആ, ഇ, ഈ, അ, ആ, ഇ, ഈ. നമുക്കിതിൻ്റെ ചിഹ്നങ്ങൾ നോക്കാം. ആ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം, ഈ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം, ഈ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം ഇത്. ഉ, ഊ, എർ, എ, ഏ. ഇനി ഇതിൻ്റെ സ്വരചിഹ്നങ്ങൾ നോക്കാം. ഉ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ് ഇത്. ഊ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം ഇത്. എർ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ് ഇത്. എ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം ഇത്. ഏ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ് ഇത് കേട്ടോ. ഐ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നമാണ് ഇത് രണ്ടും. ഇത് ഐ എന്ന അക്ഷരം, അതിൻ്റെ സ്വരചിഹ്നം കേട്ടോ. ഐ. ഇത് രണ്ടും ഓ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം. ഇത് ഓ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം. ഔ എന്ന അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം. ഐ, ഓ, ഓ, ഔ. ഇത് അം എന്ന അക്ഷരം, അം. അപ്പൊ അം എന്ന സ്വരചിഹ്നമാണിത്. ഇത് കൂടാതെ ഒരു ചിഹ്നമാണ് ഇത്, ഇ എന്ന ചിഹ്നം. ഈ ചന്ദ്രക്കല നമ്മൾ ഒരു അക്ഷരത്തിൻ്റെ മുകളിലിട്ടാൽ എന്ത് ശബ്ദം വരണം? ഇ എന്ന ശബ്ദം വരണം. ഇപ്പൊ നോക്കിക്കേ, ഇത് ക എന്നല്ലേ. കായുടെ മുകളിൽ ഈ ചന്ദ്രക്കല ഇട്ടാൽ ക എന്ന് വരണം. എന്താണ്? ക. ഇനി ഇത് കൂടാതെ വരുന്ന വ്യഞ്ജന ചിഹ്നങ്ങളാണ് ഇത്. ചിഹ്നത്തിന്റെ ശബ്ദം വരുന്നത് യ. ഇനി അതുപോലെ ഇതൊരു ചിഹ്നമാണ്. ഈ ചിഹ്നത്തിന്റെ ശബ്ദം വരുന്നത് വ എന്നാണ് കേട്ടോ. എന്താണ്? വ, വ. അതുപോലെ വേറൊരു ചിഹ്നമാണ് ഈ ചിഹ്നം. ഈ ചിഹ്നത്തിന്റെ ശബ്ദം വരുന്നത് റ എന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കൂട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് നമ്മളെ വ്യഞ്ജനാക്ഷരമായ ക എന്ന അക്ഷരമാണ്. വ്യഞ്ജനാക്ഷരത്തിലെ ആദ്യ അക്ഷരമാണ് ഏത്? ക. ഇത് നമ്മളെ സ്വരചിഹ്നം ആ എന്ന സ്വരചിഹ്നം. ഇത് ഇ എന്ന സ്വരചിഹ്നം. അപ്പൊ നമുക്ക് ഇന്ന് വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യ അക്ഷരമായ കായും ആ എന്ന സ്വരചിഹ്നവും ഈ എന്ന സ്വരചിഹ്നവും ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കി നോക്കാട്ടോ. അപ്പൊ നമ്മള് ക എന്ന വ്യഞ്ജന ചിഹ്നവും ആ എന്ന സ്വരചിഹ്നവും ഈ എന്ന സ്വരചിഹ്നവും ഉപയോഗിച്ച് ഒരുപാട് വാക്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ വാക്കുകളിൽ നിന്നൊക്കെ വരുന്ന അക്ഷരങ്ങൾ നമുക്ക് ഈ രണ്ട് ചിഹ്നം ചേർത്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് ഓരോ വാക്കുകളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ക എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ട് കൊടുത്താൽ കാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ട് കൊടുത്താൽ കീ എന്ന് വായിക്കും, അല്ലേ? അതുപോലെ ഏതക്ഷരാണ്?
ക എന്ന അക്ഷരം. ക എന്ന അക്ഷരത്തിന് സ്വരചിഹ്നം ഇട്ട് കൊടുത്താൽ ഖ എന്ന് വായിക്കും. ഈ സ്വരചിഹ്നം ഈ എന്ന സ്വരചിഹ്നം ഇട്ട് കൊടുത്താൽ ഖി എന്ന് വായിക്കും. ല എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ട് കൊടുത്താൽ ലാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ട് കൊടുത്താൽ ലി എന്ന് വായിക്കും അല്ലേ. ഡ എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ട് കൊടുത്താൽ ഡാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ ഡി എന്ന് വായിക്കും. റ എന്ന അക്ഷരത്തിന് ആ സ്വരചിഹ്നം ഇട്ടാൽ റാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ റി എന്ന് വായിക്കും. ല എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ടാൽ ലാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ ലി എന്ന് വായിക്കും. ര എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ടാൽ രാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ രി എന്ന് വായിക്കും. ഇത് വ എന്ന അക്ഷരം. വ എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ടാൽ വാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ വി എന്ന് വായിക്കും. പ എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ടാൽ പാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ പി എന്ന് വായിക്കും. ച എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ടാൽ ചാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ ചീ എന്ന് വായിക്കും. ഷ എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരചിഹ്നം ഇട്ടാൽ ഷാ എന്ന് വായിക്കും. ഈ എന്ന സ്വരചിഹ്നം ഇട്ടാൽ ഷി എന്ന് വായിക്കും. ഇപ്പം നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി ആ അക്ഷരങ്ങളും ഈ കായും ആ ചിഹ്നവും ഈ ചിഹ്നവും ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ സ്വരചിഹ്നമായ ആ ചേരുമ്പോൾ എന്താ വായിക്കുക? കാ എന്ന് വായിക്കും. എന്താ വായിക്കുക? കാ കാ ഖ. കണ്ടോ? അപ്പം എന്താ വായിക്കുക? കാക്ക. ഇവിടെ ഒരു ക എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഇവിടെ ഒരു ചിഹ്നം കണ്ടോ? ഇതൊരു ചിഹ്നമാണ് കേട്ടോ. മലയാളത്തിലെ ഇതാ ഈ കാണുന്നത് മാത്രം. അങ്ങനെ വന്നാൽ ഇരട്ട ക എന്നാണ്. അതായത് രണ്ട് ക ചേർന്ന് നമ്മൾ എങ്ങനെ വായിക്കുക? ക എന്ന് വായിക്കും. അപ്പം അതെന്താ വായിക്കുക? കാക്ക. എന്താണ്? കാക്ക. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ആ എന്നുള്ള സ്വരചിഹ്നം ഞാൻ എടുത്തു. ഇപ്പം എന്താ വായിക്കുക? കക്ക എന്ന് വായിക്കൂലേ? കക്ക. ഇത് വെച്ചാൽ കാക്ക. എന്താ വായിക്കുക? കാക്ക. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ചിഹ്നം ഏതാണ്? ഈ എന്ന ചിഹ്നം അല്ലേ? ഈ എന്ന ചിഹ്നം ഈ അക്ഷരത്തിൻ്റെ ശേഷം കൊടുത്താൽ, ക എന്ന അക്ഷരത്തിൻ്റെ ശേഷം കൊടുത്താൽ എന്താ വായിക്കുക? കാക്കി. എന്താ വായിക്കുക? കാക്കി. ഇപ്പം എന്താ വായിക്കുക? കാക്കി. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇപ്പം ഇതെന്താ വായിക്കുക? കാ എന്ന് വായിക്കൂലേ? ഇനി ഞാൻ ഈ സ്വരചിഹ്നം കണ്ട് എടുത്തു. എന്നിട്ട് ഞാൻ അവിടെ ഈ അക്ഷരം വെച്ചു. ഇത് ഏത് അക്ഷരമാണ്? ല എന്ന അക്ഷരം. എന്താണ്? ല എന്ന അക്ഷരം. ഇപ്പം എന്താ വായിക്കുക? കല. എന്താ വായിക്കുക? കല. എന്ന ല എന്ന അക്ഷരത്തിൻ്റെ ശേഷം ഞാൻ ഇവിടെ ഈ എന്ന അക്ഷരം വെച്ചു. ഈ അക്ഷരമല്ല, ഈ എന്ന സ്വരചിഹ്നം. അപ്പം എന്താ വായിക്കുക? കലി. എന്താ വായിക്കുക? കലി. എന്താ വായിക്കുക? കലി. ഈ എന്നൊരു ശബ്ദം അവിടെ കേൾക്കുന്നില്ലേ? അപ്പോൾ കലി എന്ന് വായിക്കും. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ആ എന്നുള്ള ചിഹ്നം വെച്ചു. എന്താണ്? ആ എന്നുള്ളത്. അപ്പം എന്താ വായിക്കുക? കാല എന്നായിട്ടോ. കാല. നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. ഈ ചിഹ്നം ചിലർക്കറിയായിരിക്കും കേട്ടോ. എന്നാലും ഈ ചിഹ്നം നമ്മൾ സെപ്പറേറ്റ് വേറെ പഠിക്കും. എന്നാലും കാല എന്ന അക്ഷരം രണ്ടും വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു വാക്കുണ്ടാക്കി, കാലം. അപ്പം ഇത് ഏത് ചിഹ്നമാണ്? എന്ന ചിഹ്നം. കാലം. ഇനി ഈ ല എന്ന അക്ഷരം അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ആ എന്ന സ്വരചിഹ്നം എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഡ എന്നൊരു അക്ഷരം വെച്ചു. ഇപ്പം എന്താ വായിക്കുക? കടല. എന്താ വായിക്കുക? കടല. എന്താ വായിക്കുക?
കടല. ഇനി ഈ ലാ എന്ന അക്ഷരം ഞാൻ ഇങ്ങെടുത്തിട്ട് ഇവിടെ ഈ എന്ന ചിഹ്നം വെച്ചു. ഇപ്പൊ എന്താ വായിക്ക? കടി. എന്താ വായിക്ക? കടി. ഇത് എടുത്താല് കട എന്ന് വായിക്കൂലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞു കട എന്നാണെന്നല്ലേ. അപ്പോ ഈ ചിഹ്നം ഏതാണെന്നറിയോ? ഇത് ഈ ചിഹ്നം അല്ലേ. നമ്മൾ നേരത്തെ ലെറ്റേഴ്സും ചിഹ്നങ്ങളും പരിചയപ്പെട്ടപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു എന്ന ചിഹ്നം. ഇത് ഡീറ്റെയിൽ ആയൊന്നും മേമ പഠിപ്പിക്കണില്ല. ഈ രണ്ട് വാക്കുകൾ വന്നപ്പോൾ അറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇതെന്താണ്? എന്ന ചിഹ്നം. ഇത് നമ്മൾ ഇവിടെ വെച്ചു. അപ്പൊ എന്താ വായിക്കുക? കട് എന്നായില്ലേ. നമ്മളിവിടെ ഒരു ആ എന്ന ചിഹ്നം ഇട്ടു. ഇപ്പൊ എന്താ വായിക്ക? കാട്. എന്താ വായിക്ക? കാട്. കണ്ടോ? ഇതെടുത്താല് കാട എന്ന് വായിക്കും. എന്താ വായിക്ക? കാട. ഇനി നോക്കൂ, ക എന്ന അക്ഷരം വീണ്ടും തനിച്ചായില്ലേ. ഇതെന്താ വായിക്ക? കറ. എന്താ വായിക്ക? കറ. അപ്പൊ ഈ എന്ന ചിഹ്നം ഇട്ടപ്പോഴോ കറി എന്നായി. എന്താണ്? കറി. ഈ കറി. കണ്ടോ? ഈ എന്നുള്ള ഒരു ശബ്ദം വരുന്നില്ലേ? ഈ അക്ഷരത്തിന്റെ അവസാനം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ എന്നൊരു ശബ്ദം വരുന്നുണ്ട് അല്ലേ. അത് ഈ ചിഹ്നത്തിന്റെ ശബ്ദമാണ് കേട്ടോ. കറി. എന്താണ്? കറി. ഇനി ഈ റി എന്നുള്ള അക്ഷരം ഞാൻ അങ്ങോട്ട് അല്പം നീക്കി എന്നിട്ട് നമ്മുടെ ആ എന്ന ചിഹ്നം വെച്ചു. ഇപ്പൊ എന്താ വായിക്ക? കാറി. എന്താണ്? കാറി. എന്താ വായിക്ക? കാറി. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇപ്പൊ എന്തായി? കാ എന്നായി. എന്തായി? കാ. കാ ര. എന്താണ്? ര. കാര. ഇപ്പൊ എന്തായി? കാര. ഇനി നമ്മളെ ക എന്ന അക്ഷരം വെച്ചപ്പോ എന്താ വായിക്ക? കാരക്ക. എന്താ വായിക്ക? കാരക്ക. നിങ്ങൾ കാരക്ക കഴിച്ചിട്ടുണ്ടോ? നല്ല സ്വീറ്റ് ആണ് അല്ലേ. നല്ല മധുരമുള്ള കാരക്ക നമ്മളെല്ലാരും കഴിച്ചിട്ടുണ്ടാവൂലേ. എന്താണ്? കാരക്ക. ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഈ ചിഹ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താ വായിക്ക? കര അല്ലേ. കടലും കരയും നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ പറയുന്നത്? കര. എന്താണ്? കര. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താ വായിക്ക? കള. എന്താ വായിക്ക? കള. എന്താ വായിക്ക? കള. ഇനി ഈ കള എന്നുള്ള ലാ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുവില് ഞാൻ ഈ ആ എന്ന സ്വരചിഹ്നം ഇട്ടു. ഇപ്പൊ എന്താ വായിക്ക? കാള. എന്താണ്? കാള. എന്താണ്? കാള. ഇനി ഞാൻ കാള എന്നുള്ളത് കാളിയാക്കാൻ എന്ത് ചെയ്യണം? ദാ അവിടെ ഒരു ഈ എന്ന ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പൊ എന്തായി? കാളി. എന്താ വായിക്ക? കാളി. എന്താ വായിക്ക? കാളി. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ ഈ എന്ന ചിഹ്നം എടുത്ത് ഇവിടെ വെച്ചു. ഇപ്പൊ എന്താ വായിക്ക? കിളി. എന്താ വായിക്ക? കിളി. എന്താ വായിക്ക? കിളി. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന അക്ഷരം ഏതാണ്? ക എന്ന അക്ഷരവും സ്വരചിഹ്നമായ ആ എന്ന ചിഹ്നവും ഈ എന്ന ചിഹ്നവും അല്ലേ. ഈ എന്ന ചിഹ്നവും. ഓക്കെ. അപ്പം ഈ എന്ന ചിഹ്നം നമുക്ക് അവിടേക്ക് തന്നെ തിരിച്ചു വെക്കാം. കളി എന്നായില്ലേ. ആ കളി എന്നതിൻ്റെ നടുവില് നമ്മൾ ഈ എന്ന ചിഹ്നം വെച്ചപ്പോ കിളി എന്നായി. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താ വായിക്ക? കാ. എന്താണ്? കാ. കാക്ക് ശേഷം ഞാൻ വ എന്ന അക്ഷരം വെച്ചു. ഇപ്പൊ എന്താ വായിക്ക? കാവ. എന്താ വായിക്ക? കാവ. കാവ എന്നുള്ള വാക്ക് ശേഷം ഞാൻ ഈ എന്ന ചിഹ്നം വെച്ചു. ഇപ്പൊ എന്താ വായിക്ക? കാവി. എന്താ വായിക്ക? കാവി. കാവി. ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി ഞാൻ ഇവിടെ ഒരു ചില്ലക്ഷരം വെക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്ത് വായിക്കും? കാവൽ. എന്താണ്? കാവൽ.
ഇതെന്താണ്? ചില്ലക്ഷരം കേട്ടോ. ഈ അക്ഷരമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും, ആരും പേടിക്കേണ്ട. ചില്ലക്ഷരവും ഇരട്ടക്ഷരങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും. ഇപ്പം എന്താ വായിക്കുക? കാവൽ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി നമുക്ക് ഈ വാ എന്ന അക്ഷരത്തെ ഇങ്ങോട്ടും ക എന്ന അക്ഷരത്തെ അങ്ങോട്ടും വെക്കാം. ഇപ്പൊ എന്താ വായിക്കുക? വക അല്ലേ? എൻ്റെ വക നിനക്കൊരു മിഠായി. നിങ്ങൾ കേട്ടിട്ടില്ലേ? അവൻ്റെ വക എനിക്കൊരു മിഠായി തന്നു. ഇവിടെ നമ്മൾ ഒരു ഈ എന്ന ചിഹ്നം ഇട്ടു. ഇപ്പൊ എന്താ വായിക്കുക? വിക എന്നായി. എന്തായി? വിക. ഇപ്പൊ എന്തായി? വികാ. ഇപ്പൊ എന്താ വായിക്കുക? വികാരം. ഇത് എന്നുള്ള ചിഹ്നമാണ്. അത് നേരത്തെ പരിചയപ്പെടുത്തി ചെറുതായിട്ട്. അപ്പൊ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരൊന്നുകൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് പഠിക്കാട്ടോ. വികാരം. ഇപ്പൊ എന്താ വായിക്കുക? വികാരം. വികാരം. ഒന്ന് വായിച്ചേ. വികാരം. ഇനി ഞാൻ ഈ വികാരം എന്നുള്ള വാക്കിലെ ര എന്ന അക്ഷരം ഞാൻ എടുത്തിട്ട് അവിടെ ഞാനൊരു സ എന്ന അക്ഷരം വെച്ചു. ഇപ്പൊ എന്താ വായിക്കുക? വികാസം. എന്താ വായിക്കുക? വികാസം. ഇപ്പൊ എന്താ വായിക്കുക? വികാസം. കൂട്ടി വായിച്ചേ. വികാസം. ക എന്നുള്ള അക്ഷരം ഞാൻ എടുത്തിട്ട് അവിടെ ഞാൻ ച എന്ന അക്ഷരവും ഈ സ എന്നുള്ള അക്ഷരം എടുത്തിട്ട് അവിടെ ഞാൻ ര എന്നുള്ള അക്ഷരവും വെച്ചു. അപ്പൊ എന്താ വായിക്കുക? വിചാരം. എന്താണ്? വിചാരം. ഇപ്പൊ എന്താ വായിക്കുക? വിചാരം. ഒന്ന് വായിച്ചേ. വിചാരം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ച ക എന്ന അക്ഷരത്തിന് ഞാൻ ദാ ഇവിടെ ഒരു വള്ളിയും ചകി എന്നായിട്ടാ ദാ ഈ എന്നുള്ള ചിഹ്നം ഇങ്ങോട്ട് ഇട്ടു. ഇപ്പൊ 2 ഈ എന്നുള്ള ചിഹ്നമായില്ലേ? ഇപ്പൊ എന്താ വായിക്കുക? ചകിരി. എല്ലാവരുടെ വീട്ടിലും ചകിരി ഇല്ലേ? തേങ്ങ പൊളിക്കുമ്പോൾ കിട്ടുന്ന തൊണ്ടാണല്ലേ ചകിരി. ചകിരി. ഇതെന്താ വായിക്കുക? ചകിരി. എന്താ വായിക്കുക? ചകിരി. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താ? പക എന്നായില്ലേ? പക. എന്താ വായിക്കുക? പക. എന്നുള്ളടത്ത് ഒരു ഈ ചിഹ്നം എടുത്തപ്പോ എന്താ വായിച്ചത്? പകി എന്നായി. എന്തായി? പകി. ഞാനിവിടെ ഡ എന്ന അക്ഷരം വെച്ചപ്പോ എന്താ വായിക്കുക? പകിട. എന്താണ്? പകിട. എന്താ വായിക്കുക? പകിട. ഈ പ എന്ന അക്ഷരം ഞാൻ ഇവിടെ നിന്ന് എടുത്തു, ഡ എന്ന അക്ഷരവും ഞാൻ ഇവിടെ നിന്ന് എടുത്തു. ഇനി ഞാൻ ഇങ്ങോട്ട് നോക്കിക്കേ. ആ എന്ന അക്ഷരം വെച്ചു. അപ്പൊ എന്താ വായിക്കുക? അകി. എന്താണ്? അകി. അകില. അഖില. അഖില എന്നത് എന്താണ്? ഒരു പേരാണ് അല്ലേ? അഖില. 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 എന്താ വായിക്കുക? അഖില. ഇനി ഇവിടെ ഞാൻ ആ എന്ന സ്വരാക്ഷരം വെച്ച് കൊടുത്തു. ഇപ്പൊ എന്തായി? അക എന്നായി അല്ലേ? എന്താണ്? അക. ഇങ്ങോട്ട് നോക്ക്. ആകാ. എന്താണ്? ആകാ. ആ ചിഹ്നം ആകാശ. എന്താണ്? ആകാശ എന്നായി. ചിഹ്നം വെച്ച് കൊടുത്തപ്പോ ആകാശം എന്നായിട്ടോ. എന്താണ് വായിക്കുക? ആകാശം. ആ ചെറിയ വട്ടത്തിലുള്ള ചിഹ്നം എന്ന ചിഹ്നമാണ്. അത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയി പഠിക്കൂട്ടോ. അങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താ? പക. പകൽ. എന്താണ്? പകൽ. ഇത് ചില്ലക്ഷരാണ്. അപ്പോൾ ഈ ചില്ലക്ഷരം പക എന്ന വാക്കിന് ശേഷം ഈ ചില്ലക്ഷരം വെച്ച് കൊടുത്തപ്പോ പകൽ എന്നായി. എന്തായി? പകൽ. ഏത് ചില്ലക്ഷരമാണ്? ഇൽ എന്ന ചില്ലക്ഷരം അല്ലേ? പക്ഷെ ഇതില് നമ്മളെ സ്വരചിഹ്നമായ ആ ചിഹ്നവും ഈ ചിഹ്നവും ഇതിൽ വരുന്നില്ല കേട്ടോ. ഇത് ക എന്ന അക്ഷരം അല്ലേ? ക എന്ന അക്ഷരത്തിന് ശേഷം യ എന്ന അക്ഷരം വെച്ച് കൊടുത്തു. ഇതില് ചിഹ്നങ്ങൾ വരുന്നില്ല കേട്ടോ. കയർ. എന്താണ്? കയർ. ഇത് എന്ന ചില്ലക്ഷരം. ഇപ്പൊ നമ്മള് ക എന്ന അക്ഷരം കൊണ്ട് ഒരുപാട് വാക്കുകൾ പഠിച്ചു അല്ലേ? ക എന്ന അക്ഷരം കൊണ്ടും ആ എന്ന സ്വരചിഹ്നവും
ഈ എന്ന സ്വരചിഹ്നം ചേർത്തിട്ട് ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചു. 5 6 ചിഹ്നങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെടും. കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനൊക്കെ കഴിയും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ലെറ്റേഴ്സ് ഫ്രീ ആയി തരാമെന്ന്. നിങ്ങളെ കുട്ടികൾക്ക് ബേസിക് പഠിക്കാൻ ആവശ്യമായ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റേഴ്സ്, അതുപോലെ മാത്സ് 1 to 10 വരെയുള്ള നമ്പേഴ്സ്, അതുപോലെ അറബിക് ലെറ്റേഴ്സ്, അതിൻ്റെ ഡോട്ട്, ചിഹ്നങ്ങൾ, ഇത്രയാണ് കേട്ടോ. ഈ 3 സെറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാളം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം മലയാളം കുറച്ച് വെട്ടിയെടുക്കാനും ഒത്തിരി അധികം പണിയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ക്ലാസ് 2 3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ലെറ്റേഴ്സും പിന്നെ ചിഹ്നങ്ങളും അത് വെച്ചുള്ള വാക്കുകളും എഴുതിയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ തരും, അതിലേക്ക് അയക്കുക. പിന്നെ ഫോട്ടോയുടെ കൂടെ കുട്ടികൾ എഴുതുന്ന വീഡിയോയും വിട്ടു തരണം. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ 5 പേരെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത 5 പേർക്ക് ഞാൻ കൊറിയർ വഴി ഈ ലെറ്റേഴ്സൊക്കെ അയച്ചു തരുന്നതാണ്. ബേസിക് അറിയാത്ത കുട്ടികൾക്ക് ഈ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് ഞാൻ പറയാൻ കാരണം, അതായത് ഒരിക്കലും കുട്ടികൾ മറക്കാത്ത രീതിയിലുള്ള ഒരു പഠനമാണെന്ന് പറയാൻ കാരണം, ഒരു ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഒരു പേരൻ്റ് ആയിക്കോട്ടെ, നമ്മൾ ഒരു കുട്ടികളെ ഓരോ ദിവസം നമ്മൾ പഠിപ്പിക്കുമ്പോഴും പുതിയ പുതിയ കാര്യം പഠിപ്പിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മുമ്പ് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റേഷൻ, റീകോളിംഗ് ആൻഡ് അപ്ലിക്കേഷൻ, ഈ 3 കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ കുട്ടികൾ ആ കാര്യം മറക്കാതെ നിൽക്കുള്ളൂ. ആവർത്തിക്കുക, ഓർമ്മിക്കുക, പ്രയോഗിക്കുക, അതാണ് റിപ്പീറ്റേഷൻ, റീകോളിംഗ്, അപ്ലിക്കേഷൻ എന്നതിൻ്റെ അർത്ഥം. ഇത് ഒരു കുട്ടിയുടെ ബേസിക് ശക്തമാകാനുള്ള ശരിയായ മാർഗമാണ്. ഇതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന നേട്ടം എന്തെന്ന് വെച്ചാൽ പഠനം സ്ട്രോങ് ആവും, മറക്കാനുള്ള സാധ്യത കുറയും, പിന്നെന്താ, കോൺഫിഡൻസ് കൂടും. എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് വായിക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് കൂടും കുട്ടികൾക്ക്. പിന്നെ സ്വയം വായിച്ച് നോക്കാൻ, അതായത് ഇപ്പോൾ ഒരു ബോർഡൊക്കെ കണ്ടാൽ കുട്ടികൾക്ക് അത് വായിച്ച് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിലൂടെ എന്താ ചെയ്യും, കുട്ടികൾ ഒരിക്കലും മറക്കൂല. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്ന ക്ലാസ് ഇന്ന് മാത്രമല്ല, പിറ്റേ ദിവസവും അതൊന്ന് റിപ്പീറ്റേഷൻ, റീകോളിങ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ക്ലാസ് എടുക്കുക. ഇത് നിങ്ങളുടെ കുട്ടികളിൽ ഒരുപാട് മാറ്റം വരുത്തും. ഇനി ഈ ക്ലാസ്സിൽ എന്നല്ല, നിങ്ങൾ പേരൻസ് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും മുമ്പ് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം പുതിയത് പഠിപ്പിക്കാൻ നോക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.